ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഗ്ലാസ് ഞവര അരി എന്ന് പറയും. ഇത് ആയുർവേദ കടയിൽ കിട്ടും, മേടിക്കാനായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് അയമോദകം എന്ന് പറയും, പച്ചമരുന്ന് കടയിൽ കിട്ടും. അതൊരു നുള്ളെടുത്താൽ മതി. ഇത് ഉലുവ, അതൊരു 1/4 ടീസ്പൂൺ കുറച്ചെടുത്താൽ മതി. ഇത് വന്നിട്ട് ആസാലി, ഇതെല്ലാം പച്ചമരുന്ന് കടയിൽ നമുക്ക് കിട്ടും. ആസാലി എന്ന് പറയും, ആസാലി മേടിക്കുക. അതും ഞാനൊരു 1/4 എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുപയർ, പ്രോട്ടീൻ കൂടുതലുള്ളതാണ് ചെറുപയർ, അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 4 കുരുമുളക്, 4 എടുത്താൽ മതി, 2 എടുത്താലും മതി. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇത് ഞവരരിയൊക്കെ ഇട്ട് പച്ചമരുന്ന് വേവിക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഞവരരി നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കുക്കറിലേക്ക് ഞവരരി കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്യണം. എടുത്തു വെച്ചിരുന്നെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. 1/2 മുറി തേങ്ങയുടെ പാലെടുക്കുക. ഒരു പാല് മാത്രം എടുത്താൽ മതി, 1/4 പാല് മാത്രം എടുത്താൽ മതി. അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തേങ്ങാപ്പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കഞ്ഞിയിലേക്ക്, മരുന്ന് കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. മരുന്ന് കഞ്ഞിയിലേക്ക് തേങ്ങാപ്പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ചൂടിൽ തന്നെ ഇരുന്ന് ഇത് റെഡി ആയിക്കോളും. ഇനി ഒരു 5 മിനിറ്റ് ഇതിലേക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് സർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ മരുന്ന് കഞ്ഞി സർവിങ് ബോളിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത്രയും നല്ല ഇതായിട്ട് തിക്കായിട്ടിരിക്കും. കുറച്ചുകൂടെ ഇരിക്കും തോറും അത് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കർക്കിടക മാസത്തിൽ കഴിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അസുഖങ്ങളൊക്കെ മാറാനും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമായിട്ടിരിക്കാനും എല്ലാം ഈ മരുന്ന് കഞ്ഞി നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇത് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.